back to Zara Tuition Center. Today I am going to teach you important questions of chemistry, fibers and plastics, class 8. Polymers are macromolecules formed by the combination of many monomers. പോളിമറുകൾ അനേകം മോണോമറുകൾ ചേർന്നുണ്ടായ ബൃഹത് തന്മാത്രകളാണ് പോളിമറുകൾ. How are polymers classified? പോളിമറുകളെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. On the basis of formation as natural and man-made. ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ പ്രകൃതിദത്തം, മനുഷ്യനിർമ്മിതം എന്നിങ്ങനെ തരംതിരിക്കാം. On the basis of structure as linear, branch chain, cross-link chain. പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ, ഘടനയുടെ അടിസ്ഥാനത്തിൽ, സ്ട്രക്ചർ മീൻസ് ഘടനയാണ്, ഘടനയുടെ അടിസ്ഥാനത്തിൽ ലീനിയർ, ബ്രാഞ്ച് ചെയിൻ, ക്രോസ് ലിങ്ക് ചെയിൻ എന്നിങ്ങനെ തരംതിരിക്കാം. On the basis of process as addition polymer and condensation polymer. പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ എഡിഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ എന്നിങ്ങനെ തരംതിരിക്കാം. On the basis of process, on the basis of molecular strength as fibers and plastics. തന്മാത്ര, മോളിക്യൂൾ മീൻസ് എന്താ? തന്മാത്ര അല്ലെ. തന്മാത്ര ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഇലസ്റ്റോമറുകൾ എന്നും ഫൈബറുകൾ, പ്ലാസ്റ്റിക്കുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. What is meant by the terms monomer and polymer? മോണോമർ, പോളിമർ എന്നീ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മോണോമർ, എ സിമ്പിൾ മോളിക്യൂൾ വിത്ത് എ ഡെഫിനറ്റ് സ്ട്രക്ചർ. നിശ്ചിത ഘടനയുള്ള ലഘു തന്മാത്രയാണ് മോണോമർ. വാട്ട് ഈസ് മോണോമർ? എ സിമ്പിൾ മോളിക്യൂൾ വിത്ത് എ ഡെഫിനറ്റ് structure is called monomer. Polymer, large molecule formed by the combination of many monomers. What is polymer? Large molecule formed by the combination of many monomers. അനേകം മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രയാണ് പോളിമർ. Find out two examples of natural polymers. Natural polymersന് രണ്ട് എക്സാമ്പിൾ ഏതാണ്? സിൽക്ക് ആൻഡ് കോട്ടൺ. Among the following statement, which is not correct for natural rubber? Very elastic, contains neoprene monomer, easily flammable, loses stability at high temperature. Which is not correct for natural rubber? Contains neoprene monomer. Ethylene polymer polymerizes to polyethylene. What is the name of the monomer here? Polyethylene. Ethylene polymerizes to polyethylene. What is the name of the monomer here? എത്തിലിൻ തന്മാത്രകൾ പോളിമറൈസേഷന് വിധേയമായി പോളി എത്തിലിൻ ഉണ്ടാകുന്നു. ഇതിൽ ഉൾപ്പെടുന്ന മോണോമറിന്റെ പേര് ഏതാണ്? എത്തിലിൻ ആണ് കേട്ടോ. ദ നെയിം ഓഫ് സം പോളിമേഴ്സ് ആർ ഗിവൺ. ഇവിടെ PVC, പോളിത്തീൻ, ബാക്ക്ലൈറ്റ്, പോളിസ്റ്റിറൈൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോളിമർ ഏതാണെന്നാണ്. The names of some polymers are given: PVC, polythene, backlit, polystyrene. Which of the above polymers is formed by two different monomers? Backlit. What are the monomers of that polymer? Phenol and formaldehyde is the monomer of that polymer. Write the full form of PVC. Polyvinyl chloride. Right, the important question is write the full form of PVC. Polyvinyl chloride.
സെലക്ട് ദ ഇലാസ്റ്റിക് പോളിമർ ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർച്ച്, പ്രോട്ടീൻ, പ്ലാസ്റ്റിക്, റബ്ബർ. ഇതിൽ ഇലാസ്റ്റിക് പോളിമർ ഏതാണ്? റബ്ബർ അല്ലേ. വിച്ച് among the following polymers has elastic nature? താഴെ തന്നിരിക്കുന്നവയിൽ ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത് ഏതന്നെയാണ്? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ തന്നെയാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PVC? അഗെയിൻ polyvinyl chloride. Write 2 merits of man-made fibers compared to natural fibers. എന്താണ് നല്ല വശങ്ങൾ? മാൻമെയ്ഡ് ഫൈബർ, മനുഷ്യനിർമ്മിതമായ നാരുകളും അതുപോലെ നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാരുകളും വെച്ച് നോക്കുമ്പോൾ മാൻമെയ്ഡ് ഫൈബറിന്റെ മെറിറ്റ്സ്, നല്ല വശങ്ങൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ലാസ്റ്റ് ലോങ്, ഒരുപാട് കാലം നിലനിൽക്കും. റെസിസ്റ്റ് ദ അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ്, പ്രാണികളുടെ ആക്രമണത്തിൽ ചെറുത്ത് നിർത്താനുള്ള കഴിവുണ്ട്. പിന്നെ ഡ്രൈസ് ഫാസ്റ്റ് വെൻ ഇറ്റ് ഇസ് വെറ്റ്, പെട്ടെന്ന് ഉണങ്ങൂല നനഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പറയാം, റൈറ്റ് 2 മെറിറ്റ്സ് ഓഫ് മാൻമെയ്ഡ് ഫൈബേഴ്സ് കമ്പയർ ടു നാച്ചുറൽ ഫൈബേഴ്സ്. ഇറ്റ് ലാസ്റ്റ് ലോങ്ങർ, റെസിസ്റ്റ് ദ അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ്, ഡ്രൈസ് ഫാസ്റ്റ് വെൻ ഇറ്റ് ഇസ് വെറ്റ്. വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പോളിമർ. നാച്ചുറൽ പോളിമറിന് എക്സാമ്പിൾ അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ്. പ്ലാസ്റ്റിക്, റബ്ബർ, വൂൾ, സിൽക്ക്. അതിൽ പ്ലാസ്റ്റിക്. Synthetic fiber are widely used in textile industry. Write 1 merits and 1 demerits of synthetic fiber. കൃത്രിമ നാരുകൾ വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൃത്രിമ നാരുകളുടെ ഒരു മേന്മയും ഒരു പരിമിതിയോ എഴുതുക. അതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. Synthetic fibers are widely used in textile industry. Write 1 merit and 1 demerit of synthetic fiber. Merits ഏതൊക്കെയാ? cheaper than natural fibers. Merits എന്താണ്? cheaper than natural fiber. പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ വില കുറവാണ് സിന്തറ്റിക് ഫൈബേഴ്സിന്. ലാസ്റ്റ് ലോങ്, ഒരുപാട് കാലം നിലനിൽക്കും. ഡു നോട്ട് റിങ്കിൾ ഈസിലി, പെട്ടെന്ന് ചുളിയില്ല. അവൈലബിലിറ്റി ഈസ് ഗ്രേറ്റർ, എന്താ ലഭ്യത കൂടുതലാണ് അല്ലേ. നെക്സ്റ്റ് ഡീമെറിറ്റ്സ്, ലോ ഏരിയേഷൻ. ഡീമെറിറ്റ്സ് എന്താണ്? വായുസഞ്ചാരം കുറവാണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹോട്ട് വെതർ, എന്താണ്? ചൂട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ ഇസ് ലെസ്, ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവാണ്. ഹൈ ഇൻഫ്ലേമബിലിറ്റി, തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം ഈ ക്വസ്റ്റ്യൻ തന്നെ. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. റൈറ്റ് 1 മെറിറ്റ് ആൻഡ് 1 demerit of synthetic fiber. Merit, cheaper than natural fibers, last longer, do not wrinkle easily, availability is greater. Demerits, low aeration, not suitable for hot weather, ability to absorb water is less, high inflammability. Write 2 merits of artificial fiber. Next question, write 2 merits of artificial fiber. കൃത്രിമ നാരുകളുടെ 2 മെറിറ്റ്സ് ആണ്. നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഡ്യൂറബിലിറ്റി, cheaper than natural fiber, wrinkle free, can dry easily on getting wet. നേരത്തെ ഹൈ ഡ്യൂറബിലിറ്റി, cheaper than natural fibers, wrinkle free, can dry easily on getting wet. Some characteristics of plastic are given below. Write 1 situation each in which these characteristics are made use of. Non-conductor of electricity. അതെന്താണ്? ടു ഇൻസുലേറ്റ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടു ഇൻസുലേറ്റ് ഇലക്ട്രിക് കണ്ടക്ടർ. നോൺ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കിച്ചൺ അറ്റൻസിൽസ്. അതുകൊണ്ടാണല്ലേ കിച്ചണിലുള്ള പാത്രങ്ങളുടെ കൈപ്പിടിയെല്ലാം എന്താ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ, ടു മേക്ക് വാട്ടർ ടാങ്ക്സ്. അതുകൊണ്ടാണ് എന്താ വാട്ടർ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നു. ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിസിറ്റി പ്ലാസ്റ്റിക് ഈസ് യൂസ്ഡ്. ഫോർ വിച്ച് പർപ്പസ് പ്ലാസ്റ്റിക് ഈസ് യൂസ് ചെയ്യുക? ഇലക്ട്രിസിറ്റിന്റെ ഫീൽഡിൽ പ്ലാസ്റ്റിക് ഇവിടെ എന്ത് കാര്യത്തിനാണ്? In the field of electricity, plastic is used. For which purposes plastic is used here? What is the reason behind this?
അപ്പം എന്ത് കാര്യങ്ങൾക്കാണ് ഇലക്ട്രിസിറ്റി പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്? ടു മേക്ക് ഇൻസുലേഷൻ, ടു മേക്ക് സ്വിച്ചസ്, ടു മേക്ക് സോക്കറ്റ്സ്, ടു മേക്ക് വയറിംഗ് പൈപ്സ്, ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദോസ് ഹു ഹാൻഡിൽ ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പ്ലാസ്റ്റിക് ഇസ് എ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയാം. റൈറ്റ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. Thermoplastic, it can be heated and made softened and any number of time. Only a physical change occurs when heated. It can be heated and made softened any number of times. Only a physical change occurs when heated. അത് ചൂടാക്കുമ്പോൾ എന്താ ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അത് തെർമോപ്ലാസ്റ്റിക് എത്ര തവണ വേണമെങ്കിലും ചൂടാക്കിയിട്ട് സോഫ്റ്റ് ആക്കാൻ പറ്റും, തണുപ്പിച്ച് വീണ്ടും ഉറച്ചതാക്കാനും കഴിയുന്നതാണ്. ഈ മാറ്റം എന്താണ്? ഫിസിക്കലാണ്, ഭൗതികമാണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ നോക്കാം. ഇറ്റ് ക്യാൻ ബി ഹീറ്റഡ് ആൻഡ് മെയ്ഡ് സോഫ്റ്റ് ഓൺലി വൺസ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചർ വെൻ ഹീറ്റഡ് കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ്. എന്താണ് പറയുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ എന്താണ്? ഒരിക്കൽ ചൂടാക്കി തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ഉറച്ച് കട്ടിയാകുന്നതിനാൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിരമാറ്റമാണ് അല്ലെ. അതിനാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ ചേഞ്ച് ആണ്, രാസമാറ്റമാണ് സംഭവിക്കുന്നത് അല്ലെ. അതിന്റെ നമുക്കറിയാലോ വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച്, വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ച് ഒക്കെ ചെറിയ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. Thermoplastic can be recycled. What can be the reason for this behavior of thermoplastic? Thermoplastics undergo physical changes on heating. What can be the reason for this behavior of thermoplastic? Thermoplasticനെ റീസൈക്കിൾ ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാം, അങ്ങനെ പറയാൻ കാരണം എന്താണ് റീസൺ എന്താണ്? അതിന് എന്ത് ബിഹേവിയർ ആണ്? തെർമോപ്ലാസ്റ്റിക് അണ്ടർഗോ ഫിസിക്കൽ ചേഞ്ചസ് ഓൺ ഹീറ്റിംഗ്. അതിൽ ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ. Give one example for thermoplastic. Thermoplasticന് ഒരു എക്സാമ്പിൾ എന്താ? പോളിത്തീൻ, PVC. Write any two benefits given by plastics to mankind. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാനവരാശിക്ക് നൽകിയ ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്താ? അവൈലബിൾ ഇൻ ഡിഫറെന്റ് ഫോം, ലോ കോസ്റ്റ്, ലൈറ്റ് വെയിറ്റ്. എന്ന വൈവിധ്യം മാറുന്ന രൂപങ്ങളിൽ ലഭിക്കുന്നു, എളുപ്പത്തിൽ നശിക്കുന്നില്ല, ചിലവ് കുറവാണ്, ഭാരം കുറവാണ്. അവൈലബിൾ ഇൻ ഡിഫറെന്റ് ഫോം, ലോ കോസ്റ്റ്, ലൈറ്റ് വെയിറ്റ്. How can plastic with so many properties and uses become a threat to mankind? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എങ്ങനെയാണ് പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും നമുക്കില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 4R ശീലിക്കാം എന്ന്. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൗ ക്യാൻ പ്ലാസ്റ്റിക് വിത്ത് സോ മെനി പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ബിക്കം എ ത്രീറ്റ് ടു മാൻകൈൻഡ്? അത് നോക്കാം. വളരെയധികം പ്രത്യേകതകളും ഉപയോഗങ്ങളും ഉള്ള പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ നമുക്ക് ഭീഷണിയാവുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് വിച്ച് ലാസ്റ്റ് ലോങ്ങർ ഇസ് യൂസ് ജസ്റ്റ് വൺ. ദീർഘകാലം നിലനിൽക്കുന്ന പല പ്ലാസ്റ്റിക്കുകളുടെയും ഉപയോഗം പലപ്പോഴും ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി ആകുന്നു. We use plastic even though there are other alternatives. Example, leaf, glass, carry bag. എന്താണ്? ബദൽ സംവിധാനം ഉണ്ടെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കുന്നു. ഉപയോഗശേഷം ഇവ നമ്മൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നു, വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന പോലും ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മൾ അല്ലേ. ഇറ്റ് പൊല്യൂട്ട്സ് നേച്ചർ, സോയിൽ, വാട്ടർ ആൻഡ് എയർ. പ്രകൃതി, മണ്ണ്, ജലം, വായു എന്നിവയെ മലിനമാക്കുന്നു. It creates environmental problem due to mishandling. അല്ലേ? എന്നാൽ ദുരുപയോഗം മൂലം പ്ലാസ്റ്റിക്കുകൾ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ പ്ലാസ്റ്റിക് വിത്ത് സോ മെനി പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ബിക്കം എ ത്രീറ്റ് ടു മാൻകൈൻഡ്? Plastic which lasts longer is used just once. We use plastics even though there are other alternatives. Example, leaf, glass, carry bag. After use they are thrown away. Even those that can be used for several times are not used like that. It pollutes nature, soil, water and air. It creates environmental problems due to mishandling.
ആണ്. വളരെയധികം പ്രത്യേകതകളും ഉപയോഗങ്ങളും ഉള്ള പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ നമുക്ക് ഭീഷണിയാകുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ദീർഘകാലം നിലനിൽക്കുന്ന ചില പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പലപ്പോഴും ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി ആകുന്നു. ബദൽ സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം എല്ലാ ഗ്ലാസ്, സഞ്ചി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കുന്നു. ഉപയോഗശേഷം ഇവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നു അല്ലേ. വീണ്ടും നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഇലയിൽ നമ്മൾ കഴിക്കുന്നതിന് പകരം ഇപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ. അപ്പോൾ അത് പിന്നെ നമുക്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിൽ വാങ്ങുന്നില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക് തന്നെ ഭീഷണിയാവുന്ന കാരണം നമ്മളത് ചുറ്റുപാട് വലിച്ചെറിഞ്ഞ് അത് നമുക്ക് തന്നെ ഇതൊരു Let us practice the 4 R's to reduce the use of plastics to the maximum extent as well as to avoid the pollution caused by plastics. What are the 4 R's? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും 4R 4R ശീലിക്കാം. എന്താണ് 4R എന്ന് പറഞ്ഞാൽ? റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക, റീയൂസ് എന്താ ഉപയോഗിച്ചവ തന്നെ വീണ്ടും ഉപയോഗിക്കുക, റെഫ്യൂസ് നൽകാതിരിക്കുക സ്വീകരിക്കാതിരിക്കുക, റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്യുക. നെക്സ്റ്റ്, റൈറ്റ് എനി 2 സജഷൻസ് ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ കോസ്ഡ് ബൈ പ്ലാസ്റ്റിക്. Avoid disposable plastic products. During functions, use glass, ceramic, steel utensils or natural substances. During summer, when it is likely to sweat, cotton clothes are better than polyester clothes. Why? എന്തുകൊണ്ടാണ് നമ്മൾ പറയാം സമ്മർ സീസണിൽ കോട്ടൺ ക്ലോത്ത്സ് ആണ് നല്ലതെന്ന്? കോട്ടൺ ക്ലോത്ത്സ് ക്യാൻ അബ്സോർബ് ദ സ്വെറ്റ്. Cotton clothes can absorb the sweat. Air circulation is greater as there are space between fibers. Next, plastic is used to store chemical substances. Which property of plastic is used here? Does not react with chemicals. എന്നാൽ പ്ലാസ്റ്റിക് എന്താ രാസപദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഡസ് നോട്ട് റിയാക്ട് വിത്ത് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. Natural fibers and synthetic fibers are used for the manufacture of clothes. Give the name of a natural fiber. Natural fiber name is cotton, wool, silk. Write 1 merit of synthetic fiber. Synthetic fiber 1 merit. നല്ല വശം എന്താണ്? Cheaper than natural fiber, lasts longer, do not wrinkle easily, dries faster after washing. Polyvinyl chloride (PVC) is used for plumbing, production of raincoats, bottles, etc. Which type of plastic is that? Thermoplastic. And plastic ആണ് thermoplastic. Write any one peculiarity of this type of plastic. Thermoplastic gets softened on heating and harden on cooling. On heating ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. On heating undergo physical change. Then write any one method that can reduce pollution due to plastic. Avoid disposable plastic products. Use paper cloth and plant materials instead of plastic for decorations.